ലാലി ലാലിക്ക് ശേഷം ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡും കിട്ടി. എന്താണ്, വാട്ട് ഈസ് യുവർ ഫീലിംഗ് ഇപ്പോ? ദൈവത്തിന് നന്ദി, അത്രേ പറയാനുള്ളൂ. എല്ലാം നമ്മുടെ കയ്യിലൊന്നുമല്ല. നമ്മൾ വർക്ക് ചെയ്യുക, 50% നമ്മുടെ കയ്യിൽ, 50% ദൈവത്തിൻ്റെ കയ്യിൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ലൈക്ക് ഇത് നമ്മള് കേരളം മൊത്തം അംഗീകരിച്ച ഒരു അവസ്ഥയാണ് അല്ലേ, 2 പ്രാവശ്യം? ഉണ്ട്. കുറച്ചുകൂടെ ഇനിയും വർക്ക് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, വോയിസ് ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ പഠിക്കണം എന്നൊക്കെ ഉണ്ട്. പാട്ട് പഠിക്കണില്ലേ ഇപ്പോൾ? പാട്ട് പഠിക്കണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഒരു ബ്രേക്കായി, ഇപ്പോൾ ഒന്നുകൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. പ്രാക്ടീസും പരിപാടികളൊക്കെ എങ്ങനെയാ? പ്രാക്ടീസ് അങ്ങനെ ഭയങ്കര ഡെയിലി രാവിലെ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. കാരണം മോളുണ്ട്, വീട്ടിലെത്തിയ വീട്ടമ്മയാണ്, പക്ക വീട്ടമ്മയാണ്. കുക്ക് ചെയ്യില്ല, മെയ്ഡുണ്ട്, പക്ഷെ എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, മോളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കുക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ ആവശ്യമില്ല. അപ്പം എന്താ പറയുക, രാവിലെയൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ പ്രാക്ടീസൊക്കെ അങ്ങനെ കറക്റ്റ് ടൈമിന് മോർണിംഗ് അങ്ങനെയൊന്നും നടക്കാറില്ല. എല്ലാവരും പോയിട്ട് ഫ്രീ ആവണ സമയത്താണ് ചെയ്യാറുള്ളത്. മൃദുല പറയുമ്പോൾ ആക്ച്വലി എല്ലാവർക്കും എപ്പോഴും ആ ഒരു മെലോഡിയസ് ജോണറിലേക്കാണ് പോണേ. അത് മൃദുലയുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോണർ തന്നെയാണോ? യു വോണ്ട് ടു ട്രൈ സംതിങ് ന്യൂ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ലൈവിനെല്ലാം പെർഫോം ചെയ്യുമല്ലോ. ലൈവിൽ ഇപ്പം ഈവൻ റിയാലിറ്റി ഷോസിലാണെങ്കിലും എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എല്ലാ കൈൻഡ് ഓഫ് എല്ലാ ജോണറും നമ്മൾ ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും സെമി ക്ലാസിക്കലാണെങ്കിലും എല്ലാം പെർഫോം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ലൈവ് ഷോസ് ആണെങ്കിലും ഡെഫിനറ്റ്ലി നമ്മളൊരു ലൈവ് കൺസേർട്ടിൽ എന്തായാലും എല്ലാം നമ്മൾ ടച്ച് ചെയ്ത് പോകണം അല്ലേ. മെലഡി മാത്രം നമുക്ക് പെർഫോം ചെയ്തിട്ട് എനിക്കിഷ്ടമാണ്. എനിക്ക് കേൾക്കാനും ഇഷ്ടമാണ്, പെർഫോം ചെയ്യാനും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ റീസെന്റ് ആണ് കേട്ടത് ത്രാണ. ഭയങ്കര രസമുള്ള ഒരു കോമ്പോസിഷൻ, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ, ഒരു വുമൻഹുഡിന് പ്രൊട്ടസ്റ്റ് ആണ്. പിന്നെ എന്താണ് അതിന് ശേഷം ഇങ്ങടേക്കൊന്നും ചെയ്യാണ്ടിരുന്നത്? അല്ല, അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കമ്പോസ് ചെയ്യാന്ന് പറയണത് ചില്ലറ പരിപാടിയല്ല. മനസ്സിലായി, അത്ര എളുപ്പത്തിലൊന്നും. സാഡ്ലി അത് ആ പാട്ടിന് വിചാരിച്ചൊരു റീച്ച് ഇല്ല. അതുകൊണ്ടല്ല, എനിക്കെന്താ വെച്ചാൽ ഞാൻ കമ്പോസ് ചെയ്തപ്പോൾ ആ ഒരു സോങ്ങിൻ്റെ ഒരു മൂഡ് എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവായിട്ട്, ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ കാണിക്കണം, നമ്മുടെ വോയിസിലൂടെ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ എൻ്റെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അഗ്രഷൻ വോയിസിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. മ്യൂസിക് ഡയറക്ടറും ഞാനാണ്, പാടുന്ന ആളും ഞാനാണ്. അപ്പോൾ എനിക്ക് എത്ര പാടിയിട്ട് 3 പ്രാവശ്യം ഞാൻ പോയി പാടി, പക്ഷേ എൻ്റെ ഉള്ളിലുള്ള മ്യൂസിക് ഡയറക്ടർക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. 3ാമത്തെ പ്രാവശ്യം പോയി പാടിയപ്പോൾ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, ചേച്ചി ഇത് ഓക്കെ ആണ്, ഇനി പാടേണ്ട, ഇത് ഓക്കെ ആണ് പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എല്ലാരും പറഞ്ഞപ്പോൾ അഗ്രഷൻ ചൂസ് ചെയ്യാൻ മനസ്സിന്റെ ഉള്ളിൽ അത്ര അഗ്രഷൻ ഉണ്ടോ മൃദുലയ്ക്ക്? അല്ല, എനിക്ക് എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ ക്രൈംസ് ന്യൂസിലും കൂടെയും ന്യൂസ് പേപ്പർ തുറന്നാലും ഫുൾ ആ സമയത്ത് ഫുൾ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കെതിരെയും ലേഡീസിന് നേരെയുമൊക്കെ ഭയങ്കരമായിട്ട് ഈ ക്രൈംസ് ആണ്, ഫുൾ അങ്ങനത്തെ റിപ്പോർട്ട്സ് മാത്രമാണ് കാണുന്നത്. അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ ഒരു പെട്ടെന്ന് വന്നൊരു തോട്ടും മ്യൂസിക്കും ഒക്കെയാണ്. ബ്യൂട്ടിഫുൾ ഐഡിയ, ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ, ബ്യൂട്ടിഫുള്ളി ഷോട്ട്. പക്ഷെ കുറച്ചും കൂടെ കാണണമായിരുന്നു എന്നുള്ള. എനിക്ക് മാർക്കറ്റിംഗ് പരിപാടികളൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം, നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്, അതൊന്നും അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള റീച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എന്താ പരിപാടി? കമ്പോസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സോങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നിട്ടുള്ളൊരു ട്രാക്കാണ്. മ്യൂസിക് ആദ്യമേ വന്നിട്ട് പിന്നെ ചെയ്യായിരുന്നു, അതിന് വേണ്ടിയിരുന്നതേ അല്ല, ഐ മീൻ ഈ ഒരു തോട്ട് വന്നു. പിന്നെ എനിക്ക് അതിനെ കുറിച്ച് ഇങ്ങനെ കുറച്ച് ചിന്തിച്ച സമയത്ത് ഈ ഒരു ട്യൂണും വന്നതാണ്. അപ്പം ഒരുപാട് ടൈം എടുത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വർക്ക് അല്ലായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഇതേപോലെ
എന്താ പറയുക, സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്ന മാതിരി അങ്ങനെ എന്തെങ്കിലും തോന്നി ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ എന്ന് ചെയ്യാൻ വേണ്ടി അങ്ങനെ എനിക്ക് പറ്റും തോന്നില്ല. മ്യൂസിക് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, മ്യൂസിക് ഡയറക്ടർ തന്നെ പാടുമ്പോൾ ഞാൻ കമ്പോസ് ചെയ്ത സമയത്ത് ദ സെയിം സ്റ്റോറി എനിക്ക് സാറ്റിസ്ഫൈ ആവുന്നില്ല. ലൈക്ക് ഈ അമൃത എന്തായി കാണിക്കുന്നത്, അമൃതയ്ക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ട് പാടിക്കൂടെ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനൊരു ഫീലിംഗ് തന്നെ വരും. അതെ, പക്ഷെ നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം. കുറച്ച് പാട്ടുകൾ പറയാം. അപ്പൊ അതിന്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫേവററ്റ് കുറച്ച് സോങ്സ് അമൃതുണ്ട്. അതിൻ്റെ പുറകിലുള്ള മെമ്മറീസ് പറയാട്ടോ. ലാലി ലാലി പറഞ്ഞു കഴിഞ്ഞു, ത്രാണയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഒരു മെഴുതിരിയുടെ. എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സോങ്ങാണ് അത്. ഷാബാസിക്കയും ഞാനുമാണ് പാടിയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷനാണ് ഗോപി സാറിൻ്റെ. എന്താ പറയുക, ഈ ഒരു സോങ്ങിൻ്റെ ട്രാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹത്തോടുകൂടി എന്തായാലും ഇത് ശ്രദ്ധിക്കപ്പെടും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സോങ് ആയിരുന്നു. വൈശാഖ് സാറും കൂടെ തന്നെ ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു, സാർക്ക് എനിക്ക് തോന്നുന്നു സാർക്ക് അറിയാം ആ ഒരു സോങ് എങ്ങനെ വരും. സാറിൻ്റെ മനസ്സിൽ ഫുൾ വിഷ്വൽസും കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, ഇതെങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത്, പിക്ചറൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് പറഞ്ഞു തന്നിട്ടാണ് നമ്മളോട് പാടാൻ പറയുന്നത്. അപ്പം നമുക്ക് ആ കറക്റ്റായിട്ട് ആ ഒരു ക്ലിയർ ഐഡിയ തരുന്നുണ്ട് ഓരോ സമയം, ഓരോ ലൈൻ കഴിയുമ്പോഴും ഈ ഒരു പോർഷനിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു, വളരെ ആ മൂവി കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അത്രയും എന്താ പറയുക വല്ലാത്തൊരു മൂഡിലേക്കൊക്കെ പോകുന്ന ഒരു മൂവിയാണ്. അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സോങ് കൂടിയാണ്. ഡയറക്ടർ കൂടെ ഇരുന്നിട്ട് നമ്മൾ പാടാന്ന് പറയുന്നത് കുറച്ചും കൂടെ, ഒരു രീതിയിൽ പറഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കറക്റ്റായിട്ട് പാടാം, പക്ഷെ പ്ലസ് കുറച്ചും കൂടെ സ്ട്രെസ്ഫുൾ സൈഡും കൂടെയാണല്ലേ. ലൈക്ക് നമുക്ക് ആദ്യമേ തന്നെ ആളെ പ്ലീസ് ചെയ്യണം. ചില സമയത്ത് മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് പാട്ട് സൈഡ് മാത്രം നോക്കിയിട്ട് വിട്ട് കളയും. പക്ഷേ ഈ സിറ്റുവേഷനും ഒക്കെ പറഞ്ഞു തന്നു. അപ്പം കുറച്ചുകൂടി ഈസി ആവും നമുക്ക് അതിൻ്റെ കറക്റ്റ് പ്രോപ്പർ ഇമോഷൻ നമുക്ക് നമ്മുടെ വോയിസിൽ കൂടെ കൺവേ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ലിറിക്സ് റഫീഖ് അഹമ്മദ് സാറാണ്, അത് പറയേണ്ട ആവശ്യമില്ല. മൃദു എപ്പോഴും പതുക്കെ സംസാരിക്കണേ, കുറച്ച് സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് സ്പോക്കൺ ആണെന്നല്ല മുതലേ ഒച്ചക്കിടാറുണ്ട്. അതെ, കുറച്ച് എന്നാലും ഒരു ലെവൽ വിട്ടിട്ട് വരില്ല വോയിസ്. വരില്ലാത്തതാണോ അതോ വോയിസ് വരാത്തതായിരിക്കും, പണ്ട് മുതലേ അങ്ങനെയാണ്. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്താലും ഒരു അങ്ങനെയാണ്. പുള്ളിക്കാരത്തി ഇതേമാതിരി ചെറിയ വഴക്കിടുമ്പോഴും ഹൈപ്പിച്ചിലാണ്, കരയുമ്പോഴും ഹൈപ്പിച്ചിലാണ്, ചിരിക്കുമ്പോഴും ഹൈപ്പിച്ചിലാണെന്ന് കേട്ടിട്ടുണ്ട്. ഏകദേശം അതേമാതിരിയാണ്, അതേപോലെയാണെന്ന് തോന്നുന്നു. ഒരു പാട്ടും കൂടെ, മുക്കുത്തി മുക്കുത്തി. അതിന് തമിഴ് തെലുഗു 2 വേർഷൻസാണ്. മലയാളം ശ്രേയാജിയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 വേർഷനും എന്താ പറയുക വളരെ നല്ല രസമായിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ. തെലുഗു എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു തമിഴ് നമുക്കറിയാം, പക്ഷെ തെലുഗു ഒരു വേർഡ് പോലും എനിക്കറിയില്ല മീനിങ്. അപ്പോൾ ലിറിസിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, സാർ ലിറിസിസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ സാർ പറഞ്ഞു നോ വറീസ്, എന്തായാലും ലിറിസിസ്റ്റ് വരും, പുള്ളി പറഞ്ഞുതരും, മീനിങ് ഒക്കെ പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെ കൂടെ തന്നെ പുള്ളി ഫുൾ ത്രൂ ഔട്ട് റെക്കോർഡിങ് കഴിയുന്നവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഈസിയായിരുന്നു.